ഹായ്, സൈലന്റ് നീറ്റ് ഇൻഫോ സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. മക്കളെ, ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അനാവശ്യമായിട്ട് നിങ്ങൾ സങ്കടപ്പെടരുത്. കാരണം നിങ്ങളുടെ റിസൾട്ട് ഇപ്പോഴും വന്നിട്ടുണ്ട്. ചില കുട്ടികൾക്കെല്ലാം റിസൾട്ട് കുറച്ച് മോശമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എവറിത്തിങ് ഈസ് ക്രിയേറ്റഡ് ട്വൈസ്. എല്ലാം 2 പ്രാവശ്യം സൃഷ്ടിക്കപ്പെടുന്നു. ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മനസ്സിൽ ചില കാൽക്കുലേഷൻസ് ഉണ്ടായി, എനിക്ക് ഇത്ര നല്ല റിസൾട്ട് കിട്ടും, എനിക്ക് MBBS കിട്ടും, BDS കിട്ടുന്ന പ്രതീക്ഷകൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ സ്വാഭാവികമായിട്ടും റിസൾട്ടിന് പല ഘടകങ്ങളുണ്ട്. നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ എവറിത്തിങ് ഈസ് ക്രിയേറ്റഡ് ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നിങ്ങൾ ആദ്യം വളരെ വലിയ രീതിയിലൊരു എക്സ്പെക്റ്റേഷൻ നിങ്ങളുടെ മനസ്സിൽ വെച്ചു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് റിസൾട്ട് വന്നപ്പോൾ ചില കുട്ടികൾക്ക് അതിൽ നിന്നും കുറഞ്ഞൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? 2 ഓപ്ഷൻസ് ആണുള്ളത്. വളരെ ശ്രദ്ധിച്ചേ, ഞാൻ പറയുന്ന കാര്യം 2 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്ന്, പ്രാക്ടിക്കലായിട്ട് ആലോചിക്കുക, ഈ റിസൾട്ട് വെച്ചിട്ട് എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു സ്കോർ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു സംശയമില്ലാതെ റിപ്പീറ്റ് ചെയ്യുക. ഇനി അതല്ല, എനിക്ക് ഇത്രയാണ് റാങ്ക് കിട്ടിയത്, എൻ്റെ പരമാവധി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഈ റാങ്കിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എനിക്കിത് ഉപയോഗിച്ച് ഓൾ ഇന്ത്യ ക്വാർട്ടറിലും സ്റ്റേറ്റ് ക്വാർട്ടറിലും എവിടെയൊക്കെയാണ് അഡ്മിഷൻ കിട്ടുക, അതിൻ്റെ പോസിബിലിറ്റീസ് പഠിക്കുക, ഓപ്ഷൻസ് കൊടുക്കുക, ഓപ്ഷൻസിൻ്റെ ഡിഫറൻറ്റ് റൗണ്ട് വരെ വെയിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുത്ത് മാത്രം നിങ്ങൾ വീഡിയോ കാണുക എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം ഇപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ കമൻറ്റുകളായിട്ട് വരുന്ന കമൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ, കുട്ടികളുടെ മെസ്സേജസ് കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ടെൻസ്ഡാണ്. എന്താണ് സാർ ചെയ്യേണ്ടത്, ജീവിതം മടുത്തു എന്ന് തോന്നുന്നു. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലാന്നേ. ഇത് ജീവിതത്തിൻ്റെ അവസാനമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഒരു പ്രാവശ്യം കൂടി ഈ വരുത്തിയ പിഴവുകളെല്ലാം മാറ്റി ഒരു പ്രാവശ്യം കൂടെ നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്താലും നല്ല റാങ്ക് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യൂ. ഇനി അതല്ല, എനിക്ക് ഇപ്പോൾ ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്, 416 മാർക്കാണ്, 472 മാർക്കാണ്, 504 മാർക്കാണ്, ഈ റാങ്കിൻ്റെ പോസിബിലിറ്റീസ് പഠിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോസും അതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് പ്രധാനമായും നിങ്ങളുടെ റാങ്ക് വെച്ചുള്ള സാധ്യതകളാണ് നമ്മൾ പറയുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ടാവും, ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയിട്ടുണ്ടാവും. ആ ഓൾ ഇന്ത്യ റാങ്ക്, കേരള റാങ്ക് വന്നിട്ടില്ല. കേരള റാങ്ക് വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ കേരളത്തിൻ്റെ പോസിബിലിറ്റീസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ആ ഒരു പ്രഡിക്ഷൻ നടത്താൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്കും ആ ഒരു റേഷ്യോ ഒക്കെ വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മൾ ഓൾ ഇന്ത്യ ക്വാട്ടയുടെ വിവിധ വശങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഏകദേശം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഐഡിയ കിട്ടും. കൂടുതൽ കോംപ്ലിക്കേഷൻ ഇല്ലാതെ നേരിട്ട് കാര്യത്തിലേക്ക് പോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം, കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു അനാലിസിസ് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഏകദേശം 1,18,130 സീറ്റുകളാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് 2024. 1,18,130. പക്ഷേ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് യൂണിയൻ ബഡ്ജറ്റിൽ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 വർഷം കൊണ്ട് 75,000 സീറ്റുകൾ, MBBS സീറ്റുകൾ വർദ്ധിപ്പിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കുറേയൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 12,700ഓളം പുതിയ സീറ്റുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ, എൻ്റെ ഒരു കാൽക്കുലേഷൻ, ഒരു 10% സീറ്റ്സിൻ്റെ ഒരു ഇൻക്രീസ് ഇപ്രാവശ്യം ഉണ്ടാവും. 10%. ഒരു അപ്രോക്സിമേറ്റ് പറയുകയാണ്, ഒരാൾക്ക് ഇത് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു പ്രഡിക്ഷൻ, നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ഒരു പ്രഡിക്ഷൻ നിർത്തുകയാണ്. ഒരു 10% സീറ്റ്സ്, ഏകദേശം 11,000ഓളം അല്ലെങ്കിൽ ഒരു 12,000ഓളം സീറ്റുകളുടെ വർധനവ് ഉണ്ടാവും എന്ന് കണക്കാക്കിയിട്ടാണ് ഈ ഒരു പ്രഡിക്ഷൻ ഞാൻ നടത്തുന്നത്. പ്രഡിക്ഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. അതൊരിക്കലും ആക്യുറേറ്റ് അല്ല. 100% എറർ ഫ്രീ ആയിട്ട് ഒരിക്കലും നമുക്കൊരു പ്രഡിക്ഷൻ നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഏകദേശം നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട്, എനിക്ക് ഇത്ര റാങ്കിന്, ഇത്ര മാർക്കിന്, എത്ര റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്, അതിന് എത്ര പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് വീഡിയോ. ശ്രദ്ധിച്ച് നോക്കുക. ഓരോ വീഡിയോസും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുതിയ ഇൻഫർമേഷൻ കിട്ടുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് പോവാം. നിങ്ങൾക്കിപ്പോൾ ഡിസ്പ്ലേയിൽ കാണാം ഈ ഒരു 2025 MBBS ഓൾ ഇന്ത്യ ക്വാട്ടർ പ്രഡിക്ഷൻ കാണുന്നുണ്ടല്ലോ. ഇപ്പോഴും നിങ്ങൾ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 2025 MBBSൻ്റെ ഓൾ ഇന്ത്യ ക്വാട്ടർ സാധ്യതകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത് ഒന്ന് പറഞ്ഞേ. ഇതിൽ വ്യക്തമായിട്ട് കാണാം, ജനറൽ വിഭാഗത്തിന്, യാതൊരു റിസർവേഷൻ ഇല്ലാത്ത ജനറൽ വിഭാഗത്തിന് 21,400 വരെ റൗണ്ട് 1ൽ, ഓർമ്മിക്കുക, റൗണ്ട് 4 വരെ പോവാം. സ്ട്രേ വേക്കൻസി റൗണ്ട് അടക്കം 4 റൗണ്ട് വരെ പോവാം. ഈ സ്ട്രേ വേക്കൻസി റൗണ്ടിൽ നമുക്ക് എത്ര സീറ്റ് വരുന്ന ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. 4 റൗണ്ടുകൾ വരെ നിലനിൽക്കാം. അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ജനറൽ വിഭാഗത്തിന് 21,400 ഓൾ ഇന്ത്യ റാങ്ക് വരെ പ്രവേശനം കിട്ടാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ 21,400. അത് അവസാനത്തെ റൗണ്ട് ആകുമ്പോഴത്തേക്ക് 27,700 വരെ പോവാം. ഇതൊരു അപ്രോക്സിമേറ്റ് ഫിഗറാണ് ഞാൻ പറയുന്നത്. 27,700 വരെ പോവാം. കാണുന്നുണ്ടല്ലോ? ഓക്കെ, ഫൈൻ. EWS കാറ്റഗറിക്ക്, അതായത് മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന EWS കാറ്റഗറിക്ക് 24,500 വരെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പോവാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ 24,500 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏത് മെഡിക്കൽ കോളേജും ആവാം. അത് നമുക്ക് കർണാടകയിൽ കിട്ടണമെന്നോ തമിഴ്നാട് കിട്ടണമെന്നോ കേരളത്തിൽ കിട്ടണമെന്നോ ഒരിക്കലും നിർബന്ധം പറയാൻ വേണ്ടി പറ്റില്ല. യു വിൽ ബി റെഡി ടു ട്രാവൽ എനി പാർട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ അത് നിങ്ങൾ ആദ്യം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് എനിക്ക് റാങ്ക് കുറവാണ്, എനിക്ക് കേരളത്തിൽ തന്നെ കിട്ടണം, തമിഴ്നാട്ടിൽ കിട്ടണം, ഇപ്പോഴാണ് പ്രശ്നം. ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് പ്രശ്നങ്ങൾ വരിക.
ഓൾ ഓവർ ഇന്ത്യ ട്രാവൽ ചെയ്യണം, അവിടുത്തെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ നിങ്ങൾ റെഡി ആവണം. അങ്ങനെയാണെങ്കിൽ EWS കാറ്റഗറിയിൽ 24,500 വരെ ഫസ്റ്റ് റൗണ്ടിലും 29,800 വരെ ലാസ്റ്റ് റൗണ്ടിലും പോകാൻ സാധ്യതയുണ്ട്. 2025 പ്രഡിക്ഷനാണ് ഞാൻ പറയുന്നത്. ഓക്കെ. പിന്നെ OBC NCL, നിങ്ങൾക്ക് OBC NCLൻ്റെ എലിജിബിലിറ്റി യോഗ്യതയുണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ട് തന്നെ 22,100 വരെ പോകാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ. പിന്നെ അത് 27,100 വരെ പോകാം. എല്ലാ റൗണ്ടുകളും അവസാനിക്കുമ്പോൾ 27,100 വരെ പോകാം. പിന്നെ SC/ST വിഭാഗങ്ങൾ ശ്രദ്ധിക്കണം. SC/STക്ക് ആദ്യത്തെ റൗണ്ട് തന്നെ 1,08,000 റാങ്ക് വരെ, ഓൾ ഇന്ത്യ റാങ്ക് വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ പറയുന്നൊക്കെ ഓൾ ഇന്ത്യ റാങ്കാണ്, കാറ്റഗറി റാങ്ക് അല്ല. 1,08,000 വരെ ഓൾ ഇന്ത്യ റാങ്ക് പോകാൻ ചാൻസ് ഉണ്ട്. 1,40,000 വരെ ലാസ്റ്റ് റൗണ്ടിൽ പോകാൻ ചാൻസ് ഉണ്ട്. അവസാനമായിട്ട് നിങ്ങൾ എന്താ കാണുന്നത്? അവിടെ ST വിഭാഗത്തിൻ്റെ കാണാം, റാങ്ക് പ്രൊഡിക്ഷൻസ് കാണാം. റൗണ്ട് 1 1,47,000, അത് ലാസ്റ്റ് റൗണ്ട് ആകുമ്പോൾ 1,69,000 വരെ പോകാം. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ട്, കേരള റാങ്ക് വന്നിട്ടില്ല. ഈ ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് നിങ്ങളുടെ MBBS സാധ്യതകളാണ്, ഓൾ ഇന്ത്യ ക്വാട്ടയിലുള്ള MBBS സാധ്യതകളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടെ വേണമെങ്കിൽ നിങ്ങൾ പുറകോട്ട് പോയി ഒന്നും കൂടെ കണ്ടോളൂ. കൃത്യമായിട്ട് ആ ഡാറ്റ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഓർമ്മിക്കുക, ഇതൊരു പ്രഡിക്ഷനാണ്, ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് വന്നേക്കാം. ഇനി നമ്മൾ പോകുന്നത് എന്താണ്? ഓൾ ഇന്ത്യ ക്വാട്ടയിൽ എയിംസ് ആണ്. എല്ലാ കുട്ടികളും ഒരു മെഡിക്കൽ ഡ്രീം ഉള്ള അല്ലെങ്കിൽ ഒരു MBBS ഡ്രീം ഉള്ള ഒരു കുട്ടി എയിംസിലേക്ക് പോകണം എന്നുള്ള അവരുടെ സ്വപ്നമാണ്. അങ്ങനെ നിങ്ങൾ വിവിധ എയിംസുകളിലുള്ള ഒരു സാധ്യതാ ലിസ്റ്റാണ്, അതായത് ഒരു പോസിബിലിറ്റി ലിസ്റ്റ്, ഒരു പ്രഡിക്ഷൻ ലിസ്റ്റാണ് ഞാൻ പറയുന്നത്. എയിംസിൽ ഇപ്രാവശ്യം ജനറൽ വിഭാഗത്തിൽ റൗണ്ട് 1 കംപ്ലീറ്റ് ആവുന്ന സമയത്ത് 4,600 റാങ്ക് വരെ സാധ്യതയുണ്ട്. 4,600 റാങ്ക് വരെ ജനറൽ വിഭാഗത്തിൽ സാധ്യതയുണ്ട്. അത് റൗണ്ട് 4 അവസാനത്തെ റൗണ്ട് ആകുമ്പോഴത്തേക്ക് 7,400 വരെ പോവാം. അപ്പോൾ ഈ റേഞ്ചിലാണ് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എയിംസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ EWS വിഭാഗമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സാധ്യതകളുണ്ട്. റൗണ്ട് 1 തന്നെ 6,300 വരെ പോകാം. ലാസ്റ്റ് റൗണ്ട് ആകുമ്പോഴത്തേക്ക് 7,550 വരെ പോവാം. OBC വിഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് 5,000, കാണുന്നുണ്ടല്ലോ ഡിസ്പ്ലേയിൽ കൃത്യമായിട്ട് കാണാമെന്ന് നോക്കി മനസ്സിലാക്കൂ. OBC വിഭാഗമാണെങ്കിൽ 5,200 റൗണ്ട് 1 അവസാനിക്കുന്നത്. അത് 9,300 വരെ പോവാം, 9,300 വരെ പോവാം. ഇനി നമുക്ക് SC/ST വിഭാഗങ്ങൾ നോക്കാം. SCയിൽ 32,000 റൗണ്ട് 1 അവസാനിക്കുന്നത്. അത് 43,500 വരെ പോകാം എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ST വിഭാഗത്തിൽ 61,000 റൗണ്ട് 1 അവസാനിക്കാൻ സാധ്യത. അത് 82,700 വരെ അവസാന റൗണ്ട് ആകുമ്പോഴേ പോകാം. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഇതെന്താ? ഇത് എയിംസിലുള്ള സാധ്യതാ ലിസ്റ്റാണ്, സാധ്യതാ റാങ്കാണ്. ഈ റാങ്ക് കാറ്റഗറിയിൽ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എയിംസിൽ സാധ്യതകളുണ്ട്. ഇതിൽ കുറച്ച് പ്ലസ് ഓർ മൈനസ് വരാം. പ്രഡിക്ഷൻ ലിസ്റ്റാണ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നത് ESI ക്വാട്ടയെ കുറിച്ചാണ്. അപ്പോൾ ESI ക്വാട്ടേൻ്റെ ഒരു പോസിബിലിറ്റീസും കൂടെ പറയാം. ESI ക്വാട്ടയിൽ ജനറൽ വിഭാഗത്തിന് 55,000 വരെ സാധ്യതയുണ്ട്. പക്ഷേ അവസാന നിമിഷം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. തുടക്കത്തിൽ തന്നെ 55,000 കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. അവസാന റൗണ്ട് വരെ നിങ്ങൾ കൗൺസിലിങ്ങിൽ സജീവമായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 55,000 വരെ ജനറൽ വിഭാഗത്തിനും EWS വിഭാഗത്തിന്, ESI ക്വാട്ടയിൽ EWS വിഭാഗത്തിന് 57,500 വരെ പോവാം. പിന്നെ OBC വിഭാഗത്തിന് 55,800 വരെ സാധ്യതയുണ്ട്. SC വിഭാഗത്തിന് 2,36,000 വരെ സാധ്യതയുണ്ട്. ഇപ്പോൾ SC വിഭാഗത്തിലേക്ക് EWSൽ ESI ക്വാട്ടയിൽ നല്ല റേഞ്ച് വരെ പോകുന്നുണ്ട്. 2,36,000 വരെ സാധ്യതയുണ്ട്. ഈ ST വിഭാഗത്തിന് ESI ക്വാട്ടയിൽ അവസാന റൗണ്ട് വരെ വെയിറ്റ് ചെയ്താൽ ഇപ്രാവശ്യം 5,97,000 വരെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് റേഞ്ച് എന്താണെന്ന് നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള പ്രഡിക്ഷൻസ് ഇത് വെച്ച് ചെയ്യാം. പക്ഷേ അപ്രോക്സിമേറ്റ് ആണ്, വീണ്ടും പറയാണ്. അന്ധമായിട്ട് നമുക്ക് ഒരു പ്രഡിക്ഷനും വിശ്വസിക്കാൻ പറ്റില്ല. പല ഘടകങ്ങളുണ്ട്, ഓരോ ദിവസം പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല രീതിയിലുള്ള കൺഫർമേഷൻസ് എടുത്ത്, ഇൻഫർമേഷൻസ് എടുത്ത് നിങ്ങൾ അതിൽ നിന്ന് യഥാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. അതിന് സഹായിക്കാനുള്ള ഒരു ഡാറ്റ മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഓക്കെ. ഇനി നമുക്ക് മക്കളെ, നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കേരള. ഇപ്പോൾ കേരളത്തിലെ ഓൾ ഇന്ത്യ റാങ്ക്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയിട്ടുണ്ട്. ആ ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് കേരളത്തിൽ പ്രവേശന സാധ്യതയുണ്ടോ നോക്കാം. കേരള റാങ്ക് ലിസ്റ്റ് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് അത് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കേരളത്തിൽ MBBS സാധ്യതകളുണ്ടോ എന്ന് നോക്കാം. കേരളത്തിൽ കാണുന്നുണ്ടല്ലോ, ഇതാ നമ്മുടെ പുതിയ ഡിസ്പ്ലേ ഇപ്പോൾ വന്നിട്ടുണ്ട്. കേരളത്തിലെ ജനറൽ വിഭാഗത്തിൽ ഓൾ ഇന്ത്യ ക്വാട്ട റാങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 9,600 വരെ സാധ്യതയുണ്ട്. പക്ഷെ അത് അപ് ടു ഒരു 26,000 വരെ പോവാം. 26,000 വരെ നമുക്ക് പോവാം. ഏത് റൗണ്ട്, 4th റൗണ്ടൊക്കെ വരുന്ന സമയത്തേക്ക്, അവസാന റൗണ്ട് ആകുമ്പോഴത്തേക്ക് 9,600 മുതൽ നമുക്ക് അതാണ് അപ് ടു 26,000 എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സ്റ്റേ വേക്കൻസി ഒക്കെ വരാം. ലാസ്റ്റ് റൗണ്ട് ആകുമ്പോഴത്തേക്ക് 9,600 മുതൽ 26,000 വരെ വന്നാൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ കിട്ടാൻ സാധ്യത ഉണ്ട്.
EWS വിഭാഗത്തിലാണെങ്കിൽ 32,500 മുതൽ 33,000 വരെ, 32,500 മുതൽ 33,000 വരെ EWS കാറ്റഗറിയിൽ ആണെങ്കിൽ അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്താൽ അപ് ടു ഒരു 33,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയൊക്കെ നിങ്ങൾക്ക് EWS കാറ്റഗറിയിൽ പോവാം. മുസ്ലിം വിഭാഗത്തിലൊരു കുട്ടിക്ക് 17,500 മുതൽ 26,400 വരെയാണ് സാധ്യതകൾ കാണുന്നത്. 17,500 ഓൾ ഇന്ത്യ റാങ്ക് മുതൽ 26,400 വരെ ആ ഒരു കാറ്റഗറി, ആ ഒരു റാങ്ക് റേഞ്ചിൽ നിങ്ങൾക്ക് മുസ്ലിം വിഭാഗത്തിലെ കുട്ടിയാണ് കേരളത്തിൽ ഓൾ ഇന്ത്യ കോട്ട വഴി അഡ്മിഷൻ കിട്ടാം, MBBS അഡ്മിഷൻ കിട്ടാം. ഈഴവ വിഭാഗത്തിലാണെങ്കിൽ നിങ്ങൾക്ക് 24,800 മുതൽ ഒരു 26,900 വരെ, 24,800 മുതൽ 26,900 വരെ ഈഴവ കാറ്റഗറിയിലെ കുട്ടിക്ക് സാധ്യതയുണ്ട്. SC വിഭാഗത്തിന് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് 1,75,000 വരെയും ST വിഭാഗത്തിന് 3,40,500 വരെയാണ് സാധ്യത. ഇത് വിവിധ ഘടകങ്ങൾ പരിശോധിച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു ലിസ്റ്റാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്, 100% എറർ ഫ്രീ അല്ല, അതിൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ റാങ്കുകൾക്ക് നമുക്ക് MBBS പ്രതീക്ഷിക്കാം. പിന്നെ എൻ്റെ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റുകളായിട്ട് വന്നിരിക്കുന്നത് കൂടുതലും സെൽഫ് ഫിനാൻസിങ് സാധ്യതകൾ ചോദിച്ചിട്ടാണ്. ഒരു 430, 440, 450 ആ റേഞ്ചിലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. മക്കളെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ കമൻറ്റുകൾക്ക് ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്, കാരണം കുറച്ച് തിരക്കുകളായി, വീഡിയോൻ്റെ തിരക്ക്, പിന്നെ ക്ലാസ്സുകളുടെ തിരക്കൊക്കെ ആയതുകൊണ്ട് പരമാവധി ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പരമാവധി നിങ്ങളുടെ ഡൗട്ട്സൊക്കെ വരും, സമയം കിട്ടുമ്പോൾ ഒരുപാട് ലേറ്റ് ആവില്ല, എല്ലാ കമൻറ്റുകളും നോക്കി ഞാൻ തന്നെ റിപ്ലൈ ചെയ്യും. അല്പസമയം കൂടി എനിക്ക് തരണം, നോക്കുക, പരമാവധി നിങ്ങളുടെ കൂടെ തന്നെ സൈലുണ്ട്. അപ്പോൾ നമ്മുടെ അല്പസമയം നൽകുക എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. മക്കളെ ഈ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ കാര്യം ഒന്ന് ഞാൻ പറയട്ടെ. സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ കാര്യം എന്ന് പറയുന്ന സമയത്ത് ഡിസ്പ്ലേ ഇപ്പോൾ കാണാം. ജനറൽ വിഭാഗത്തിലില്ലേ നമുക്ക് 10,100 മുതൽ 1,10,000 വരെ സാധ്യതയുണ്ട്. 10,100 മുതൽ 1,10,000 വരെ. അപ്പം നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനിതിൻ്റെ മാർക്ക് റേഷ്യോ ഏകദേശം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കണക്കാക്കിയപ്പോഴേ 468 മാർക്ക് വരെ ജനറൽ വിഭാഗത്തിൽ 468 വരെ ഇപ്പോഴും കണക്കാക്കിയാണ്. വരുന്ന ദിവസങ്ങൾ വീണ്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. 468 വരെ, അതായത് 1,10,000 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് അത് ഒരു 468 മാർക്കാണ് വരുന്നത്. അപ്പോൾ ആ ഒരു 468 മാർക്ക് വരെ, അതായത് 1,10,000 വരെ ജനറൽ വിഭാഗത്തിന് സെൽഫ് ഫിനാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ EWS ആണെങ്കിൽ അത് 10,700 മുതൽ 1,15,000 വരെ സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 465 മാർക്ക് വരെയൊക്കെ EWS വിഭാഗത്തിലാണ് നിങ്ങളെങ്കിൽ ഒരു 465 മാർക്ക് വരെയൊക്കെ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ കേരള അലോട്ട്മെൻറ്റ് വഴി കിട്ടാൻ സാധ്യതയുണ്ട്. മുസ്ലിം മൈനോറിറ്റി, ക്രിസ്ത്യൻ മൈനോറിറ്റി, 2 വിഭാഗത്തിൽപ്പെട്ട കോളേജുകളുണ്ട്. നിങ്ങളൊരു മുസ്ലിം മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടൊരു കുട്ടിയാണെങ്കിൽ 12,200 മുതൽ 1,38,000 വരെ. ഇതെന്ത് റാങ്കാണ് ഞാനീ പറയുന്നത്? എന്ത് റാങ്കാണ് പറയുന്നത്? ഓൾ ഇന്ത്യ റാങ്കാണ്. അതായത് നമുക്ക് 12,200 മുതൽ 1,38,000 വരെ, അതായത് അതിൻ്റെ ഞാൻ ഏകദേശം കണക്കാക്കിയിരിക്കുന്ന മാർക്ക് 440 മാർക്കാണ്. നിങ്ങൾക്ക് ലാസ്റ്റ് കോളത്തിൽ ഒരു അപ്രോക്സിമേറ്റ് മാർക്ക് അവിടെ കാണാം. അതെത്രയാണ്? 440 മാർക്ക്. അതായത് മുസ്ലിം മൈനോറിറ്റിയിലെ കുട്ടിക്ക് ഒരു 440 മാർക്ക് വരെ കിട്ടിയാൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ MBBS കിട്ടിയേക്കാം. പിന്നെ അതേപോലെ ക്രിസ്ത്യൻ മൈനോറിറ്റി ഉണ്ട്. ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ നമുക്കൊരു 433 മാർക്കാണ് ഏകദേശം കണക്കാക്കുന്നത്. അത് നമുക്കൊരു 13,000 മുതൽ 1,48,000 വരെ. അപ്പം ഞാൻ ഈ 433 പറയാനുള്ള കാരണം എന്താ? ഈ വർഷത്തെ ഒരു മാർക്ക് വേഴ്സസ് റാങ്ക് റേഷ്യോ വെച്ചിട്ട് ഈ 1,48,000 വന്നിരിക്കുന്ന മാർക്ക് 433 അപ്രോക്സിമേറ്റ് ആണ്. അപ്പോൾ ആ ഒരു റേഞ്ചിലൊരു കുട്ടി ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് പ്രവേശനം കിട്ടാം. പിന്നെ SC വിഭാഗത്തിലാണെങ്കിൽ 16,800 മുതൽ 2,18,000 വരെ. അതിന് ഏകദേശം ഒരു മാർക്ക് എന്ന് പറയുന്നത് 410, 416 ആ റേഞ്ചിലായിരിക്കും. ഒരു 416 മാർക്ക് നമുക്ക് കണക്കാക്കാം. ഇനി നമുക്കൊരു ST വിഭാഗത്തിലാണെങ്കിൽ 25,600 മുതൽ 4,55,000 വരെ സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 290, 296 ആ റേഞ്ചിലൊരു മാർക്കിന് ഒരു അറൗണ്ട് 300 മാർക്കിനൊക്കെ നമുക്ക് ST വിഭാഗത്തിന് ഈ വർഷം സെൽഫ് ഫിനാൻസിങ്ങിൽ അഡ്മിഷൻ കിട്ടിയേക്കാം. അവർക്ക് ഫീസില്ല. SC ST വിഭാഗങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഫീസില്ല. അപ്പോൾ ഇതാണ് ഒരു സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ ഒരു അഡ്മിഷൻ സാധ്യതകൾ. അപ്പം നമ്മളിപ്പോൾ ഏതൊക്കെ പറഞ്ഞു? ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് നമ്മുടെ MBBS സാധ്യതകൾ പറഞ്ഞു അല്ലേ? ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും ഫോർത്ത് അലോട്ട്മെൻറ്റിലും. പിന്നെ നമുക്ക് അതേപോലെ തന്നെ എയിംസിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ESIൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ കേരളത്തിലേക്ക് നമ്മൾ വന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് കോളേജുകളിൽ ഏകദേശം എത്ര റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ, കുറച്ച് വേഗത്തിൽ പറഞ്ഞാണ്, ഒരുപാട് കോംപ്ലിക്കേഷൻ ആക്കണ്ടെന്ന് കരുതിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമായ സമയമെടുത്ത് സാവധാനത്തിൽ വീഡിയോ കാണാം. പിന്നെ ഇനിയിപ്പോഴെന്താ? ഇനിയിപ്പോൾ നമുക്ക് പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യം, BDSൻ്റെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. BDSന് ഓൾ ഇന്ത്യ കോട്ടിൻ്റെ പോസിബിലിറ്റി പറയുമ്പോൾ നമുക്കൊരു ജനറൽ വിഭാഗത്തിന് ഒരു 72,000 വരെ പോവാം. 72,000 വരെയൊക്കെ BDS പോവാം. 72,000 ഒരു 72,500 വരെയൊക്കെ പോവാം.
ജനറൽ വിഭാഗത്തിനാണ്. പിന്നെ ഒരു EWS ആണെങ്കിൽ നമുക്കൊരു 82,500 വരെ പോവാം. 82,500 വരെ നമുക്ക് EWS വിഭാഗത്തിന് BDSന് സാധ്യതകളുണ്ട്. പിന്നെ OBC NCയിലാണെങ്കിൽ ഒരു 82,800 വരെ പോവാം BDS. അത് ഓൾ ഇന്ത്യ ലെവൽ റാങ്ക് 82,800 വരെ OBC വിഭാഗത്തിന് പോവാം. പിന്നെ SC വിഭാഗത്തിന് 2,22,000 വരെ കിട്ടിക്കഴിഞ്ഞാലും BDS ഓൾ ഇന്ത്യ റാങ്കാണ്, BDS കിട്ടാൻ ചാൻസ് ഉണ്ട്. ST വിഭാഗത്തിന് 4,58,000 വരെ വന്നാലും BDS കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം ഈ വീഡിയോയിൽ ഒരുപാട് ലെങ്തി വീഡിയോസാണ്, നിങ്ങൾ കാണാനും ബുദ്ധിമുട്ടായിരിക്കും. ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ റാങ്ക് പ്രഡിക്ഷനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെഡിക്കൽ അലൈഡ് കോഴ്സുകളാണ്. ആയുർവേദ, ഹോമിയോ, അതേപോലെ തന്നെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ അടുത്ത സീരീസിൽ അടുത്ത എപ്പിസോഡിൽ ഒരു വീഡിയോ ചെയ്യാം. ഇന്ന് ഈ കണ്ട കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റ് വീഡിയോസും കാണാം, അതൊക്കെ കമ്പയർ ചെയ്ത് ഒരു ഡിസിഷനിലെത്താം. ആദ്യം പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിച്ചുകൊണ്ടാണ് ഈ വീഡിയോ അവസാനിക്കുന്നത്. എവറിത്തിങ് ഈസ് ക്രിയേറ്റഡ് ട്വൈസ്. എല്ലാം 2 പ്രാവശ്യം മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്നു. ആദ്യം മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഇമാജിനേഷൻ, വലിയ ഡ്രീമൊക്കെ ഉണ്ടാവും. റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അത് അല്പം കുറഞ്ഞു പോയിട്ടുണ്ടാവും. ടെൻഷൻ അടിക്കേണ്ട, നെർവസ് ആവേണ്ട. 2 രീതിയിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഒന്ന്, നിങ്ങൾക്കൊരു നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കൂടെ ഏറ്റവും മികച്ച രീതിയിൽ സൈലത്തിലേക്ക് വരിക. നമ്മുടെ ടീച്ചേഴ്സൊക്കെ നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. പുതിയ ബാച്ചുകൾ ഇവിടെ ആരംഭിക്കുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ എല്ലാ അപാകതകളും ന്യൂനതകളും നിങ്ങൾക്കുണ്ടായ ആ ഡിഫക്ട്സ് ഒക്കെ പരിഹരിച്ച് ഒരു സൂപ്പർ പവറിൽ ഏറ്റവും മികച്ച ഒരു റാങ്കിലേക്ക് എത്താൻ അത് നിങ്ങളെ സഹായിക്കും, ഉറപ്പാണ്. ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ ഇനി അത് കുഴപ്പമില്ല, ഞാൻ ഈ വർഷത്തെ റാങ്ക് വെച്ചിട്ട് ഏതും കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ റാങ്ക് പ്രഡിക്ഷൻസ് നോക്കുക. തീരുമാനം നിങ്ങളുടേതാണ്. അപ്പം നല്ല തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡ് കാണാം. താങ്ക് യു. ബൈ.